സിബി ആരെണ്ണത്തിനെ കാണാനില്ലല്ലോ, അവന്മാർ ഇപ്പഴെങ്ങനെ വരും? അവന്മാർ രാവിലെ സിനിമയ്ക്ക് ചോദിക്കണമല്ലോ, ഇപ്പം വരുമായിരിക്കും. എന്നെ അമ്മ വിളിച്ചിടാ ദൈവമേ, എന്നെ വിളിക്കാതെ പോയമാർക്ക് ഒന്നും പറ്റില്ലേ. അമ്മ രണ്ടെണ്ണം മാറ്റാം, ഉടനെ പൂരപ്പുറം മാറ്റും. വീട് അഴിയാ കൊച്ചു പിള്ളേരെ പോലെ എന്തോ അമ്മ ഒറ്റ എങ്കിലും ഞാൻ പറയും. നീ അറിഞ്ഞായിരുന്ന മറ്റേ സുശീലരെ മോളെ വിളിച്ചോടി? ഓ എനിക്കറിയാടേ, മറ്റേ വെളുത്ത പെണ്ണല്ലേ, എനിക്കറിയാം. അല്ല മുഖത്തൊക്കെ നല്ല മറുകൊക്കെ ഉള്ള മാണിക്ക സ്റ്റോക്കിൽ നിന്ന് കാണുന്നല്ലേ, എനിക്കറിയാം. ലോകത്തുള്ള എല്ലാ പെൺപിള്ളേരും നിനക്കറിയാം. കഷ്ടം തന്നെ അതിന്റെ കാര്യം. ഇവിടെ യവനൊക്കെ ആണെങ്കിൽ കമ്പിലാണെങ്കിൽ സാരി കിട്ടിയ പെണ്ണായാലും മതി. അതിന്റെ പിറകെ എപ്പം പോയെന്ന് വെച്ചാൽ അത്ര മര്യാദയോടെയാണ് ഇവൻ വളർത്തിയത്. നീ ഉണ്ടായിരുന്നോ? അവന്മാര് വരെയുണ്ട്, നീ ഒന്ന് പറയാൻ നിൽക്കണ്ട. അവിടെ തന്നെ 3 ഉണ്ടല്ലോ നാട്ടുകാർ അപരാധിച്ചോണ്ടിരിക്കുന്നത്. അല്ലടാ, നിന്റെ അപ്പനെ അപരാധിച്ചോണ്ടിരിക്കുന്നത്. യവനെങ്ങ് പിടി. എടാ ആനത്തിനുള്ള ചതുണ്ടല്ലോ, പണിക്ക് വെക്കൂടാ. എത്തിനടാ രാവിലെ ഇവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു പിടിക്കുന്നത്. അവന്റെ കൈയൊന്നും എഴുതാ, എന്റെ കൈത്തോടി മാറ്. ഇനി ഇപ്പോഴത്തേക്ക് ഞാൻ വിട്ടിരിക്കുന്നു. എണ്ണം പിടിച്ചതിന്റെ കാര്യം കഴുത്തും പോയല്ലേ. എന്താടാ എന്താ? എടേ ഒന്നുമില്ല കേട്ടാ, ഒന്നുമില്ല. നീയൊക്കെ നിർത്ത്. പിന്നെ സിനിമയ്ക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടായി? സിനിമയൊക്കെ കൊള്ളാം, സിനിമയൊക്കെ ഒരേ പൊളി. എടാ സിനിമയൊക്കെ സെറ്റ്, സിനിമയൊക്കെ ഒരേ പൊളി. അതൊരു പാവയെന്നാണ് ആത്മാവൊക്കെ പറഞ്ഞത്. കണ്ട ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഒരു ഫീലാണ്. നല്ലവണ്ണം പേടിക്കുക. പിന്നെ ഞാൻ പേടിച്ചൊന്നുമില്ല, ഞാനാരാ മോൻ. എടാ നീ മറ്റേ വാഴപ്പഴ കൊല്ലട്ടം പോണ രായന്റെ മോനല്ലേ? നീ പേടിച്ചില്ല, ഇല കണ്ടാ പേടിക്കണവനെ പേടിച്ചില്ലെന്ന് പറയണത്. ഇല കണ്ടാ പേടിക്കണവനാണ്. മൂത്രമൊക്കെ ഇറങ്ങല്ലോ പുറത്ത്. അമ്മരുടെയാണ് കിടക്കുക. മനീഷേ, നീ ചുമ്മയല്ല അവനെ എടുത്തിട്ട് ഇടിക്കുന്നത്. ഇനി ഇടിക്കാൻ നേരത്തെ എൻ്റെ കൂടെ ചേർത്ത് കൊടുത്തോ. എനിക്കൊന്നും ആരോഗ്യമില്ലാത്ത നിന്റെ ഭാഗ്യം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിനക്ക് മറ്റേ 1000 വലിയ പാറ താഴെയുള്ള ആ വീട് അറിയാം. അവിടെ എന്ന് വെച്ചാൽ ഒരു 1000 പാറ താഴെ തൊട്ട് താഴെയായിട്ട് ഒരു വീടുണ്ട്, അടഞ്ഞിടക്കുന്ന ഒരു വീടാണ്. അവിടെ 4 പേര് മരിച്ചെന്നാണ് പറയുന്നത്. ഒരു അച്ഛനും ഒരു മകനും പിന്നെ 2 വൃദ്ധന്മാരും. അത് ആരാണെന്ന് അറിഞ്ഞൂടാ. ഈ 4 പേര് അവിടെ മരിച്ചെന്നാണ് പറയുന്നത്. ഈ നാട്ടുകാർ പറഞ്ഞെന്ന് വെച്ചാൽ അവർ അതുവഴി പോകുമ്പോഴ് ആത്മാക്കളെ കാണാറുണ്ട്. അച്ഛനെ മോനെന്ന് കാണണമെന്ന് പറയുന്നത്. വേറെ 2 പേരെ കാണണമെന്ന് പറയുന്നില്ല. ഇവർ 2 പേരാണ് മരണപ്പെട്ടത്. ഇവർ 2 പേരും കാണണമെന്നാണ് പറയുന്നത്. ഈ സത്യനെ കള്ളോണം ഇത് നമുക്കറിയണം. നാട്ടുകാർ ചുമ്മാ പറഞ്ഞിട്ടാണ്. ഞാനും കേട്ടിട്ടുണ്ട് അവിടെ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അറിയാ പിന്നെന്ത്, ഞാൻ കാണും, പേടിക്കാതെ. നമുക്ക് പോകണോ? എടാ സത്യം പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ? നീ പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് അവിടെ നാട്ടുകാരുടെ കള്ളമൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാം. നമുക്കൊന്ന് പോയി നമുക്ക് ഇപ്പം എൻജോയ്മെൻ്റ് ഇല്ല. നമുക്ക് എൻ്റെയൊക്കെ ജീവിതമൊക്കെ വരാം. വഴിയറിഞ്ഞില്ല, നമുക്ക് ചോദിച്ചു പോവാം. എന്തായാലും നമുക്കൊരു സമയം പോക്കാവും. ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു, എന്നെ വീട് നിങ്ങൾ പോയില്ല പോട്ടെ. എടാ നോക്കടാ, ഒരു ചെറിയ നല്ല കൊള്ളാമല്ലോ സാധനം. ഇത് ഇനി അവന്മാരെ പറഞ്ഞ പോലെ ഇതിൻ്റെ നല്ല പ്രാഥമിക വരോടെ എണിച്ച് പോയാണ്. ഇതാണ്ടാ ഇതൊക്കെ ഫാൻസി കിടന്ന് വാങ്ങുന്ന ഒട്ടിപ്പ് സാധനങ്ങൾ. ഒരു ഇതറാ നോക്കണം, നടുക്കൊക്കെ നോക്കിയാണ് ഇങ്ങനെ പോകാൻ പറ്റാം. നിന്റെ വിധി ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും. ഈ പാവനെന്തോ സൗണ്ട് 21-ാം നൂറ്റാണ്ടാണ്. നീ കണക്ക് വല്ല വിശ്വാസമുണ്ടോ? എനിക്ക് പോടാ, ആ വീട്ടിൽ പോവാ. കളയാൻ കേട്ടി അത്ര ഇവിടെ വാ.
ഞാൻ ഇവിടെ അതവിടെ കളഞ്ഞ ഭാവിയല്ലേ ഇത്? ഇതെങ്ങനെ ഇവിടെ? ഹലോ, ഓടാ, ഞാൻ വരാം. ഞാൻ ഇവിടെ കിടക്കണേ ഉള്ളൂ. ഒരു 10 മിനിറ്റ്. അമ്മ, ഞാൻ പോണേ അമ്മ. മനീഷ എവിടെ? മനീഷ പാറ താഴെ നിൽക്കാന്ന് പറഞ്ഞു. അവിടെ നിൽക്കാൻ പറഞ്ഞു. ഇങ്ങനെ നമ്മക്ക് പോവാ. വിലയേറിയ സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി പറഞ്ഞത് ഭൂരിപക്ഷമേ വിജയിപ്പിക്കൂ പ്രിയമുള്ളവരെ എന്ന വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ ചേട്ടാ, ഒരു വെള്ളം. എനിക്ക് ഇതുവരെ അറിയാം. ഇനി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അറിഞ്ഞൂടാ. ഒരുത്തനെ കാണാനുമില്ല. നല്ല പട്ടിക്കാട് ഏരി അറിയാം. ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അറിഞ്ഞൂടാ. ഇതുവാണ് ഒരു പട്ടിക്കുഞ്ഞെ പോലെ കാണാനില്ല. ആരെയും കാണാനില്ലേ? ആരും ഉണ്ടെന്നേ വഴി ചോദിച്ചു. ഇവിടെ ഒരു ഈറ്റ കുഞ്ഞാണ് കാണാനില്ല. അച്ഛന് മുന്നിൽ പറഞ്ഞു. അപ്പൊ ആ ചേട്ടനോട് ചോദിക്കാം നമുക്ക്. ആ പോണ വഴിയാ. ചേട്ടായി ആയിരവല്ലിക്കല്ലേ നിങ്ങളെ യാത്ര? അതെ, ചേട്ടനെങ്ങനെ മനസ്സിലായി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾക്ക് എവിടെ പോകണം, ഞാൻ തടയില്ല. ചെകുത്താൻ കൊണ്ടുവരുന്നവരെ ഞാൻ തടയില്ല. നിങ്ങൾക്ക് പോകാം. വലത്തോട്ടുള്ള വയ്യ. ഇത് എങ്ങനെ എന്ത് പറയണം? തലയ്ക്ക് തീരെ സുഖമല്ലെന്നോ. നീ വണ്ടി എടുത്താണ്. വാ, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് ബാക്കി നാട്ടുകാരുടെ കഥ ഇവിടെ കേൾക്കേണ്ടി വണ്ടി
ഇവര് പറഞ്ഞ വഴി കൂടെ പോവാം. പേടിക്കാണ് വണ്ടി എടുക്കും. പെട്ടെന്ന് മാനു എടാ അവിടുത്തെ അങ്ങനെ പറഞ്ഞ അനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോവേണ്ടത്. കാട് ഏരിയാണ് ഫുള്ള്. ഇനി വീട് എവിടെയെന്തോ ഉപ്പാട് വന്നടേ. ഇനിയിപ്പോൾ എന്തായാലും പോവാം. ഇതുവരെ വന്നല്ലേ, പോവാം. പോട്ട് വണ്ടി എടുക്കും. ഞാൻ അവിടെ ഒരാളെ കണ്ടാ. അവിടെ ഞാൻ കണ്ട്. എനിക്ക് വയ്യടാ. ഇതുവരെ പോയുണ്ട്. എന്തോന്നാ അവിടെ ആരെ പോയടാ? ആരെന്താ? നമ്മളാരും കണ്ടില്ലല്ലോ. ഇത് വന്നപ്പോഴേ തുടങ്ങി. എന്തോ ഞാൻ പോണു. എവിടെ പോണു? ഇവിടെ കാലം കയറി ഇവിടെ ഒരു റൂമുണ്ടല്ലോ. പോണേ പോട്ട്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ കുറെ റൂമുകളൊക്കെ ഉണ്ടല്ലോ. ഇനി അതെല്ലാം നോക്കിയൊക്കെ പോവാം. കൈമാറി നിനക്കറിയാം, ഈ കട്ടിലാണ് ഒരു അച്ഛനും മോനും 2 സിദ്ധന്മാര് മരിച്ചത് ഇവിടെ. ഓ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി അവർ കണ്ടുപിടിച്ചതും പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പൊ ദുർഗന്ധം വന്നാണ് പുള്ളിയുടെ. നല്ല അതൊക്കെ വന്നതാണ്. പക്ഷേ അവരെ ശല്യം ഇപ്പോഴും ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. എടാ, പക്ഷെ എനിക്ക് തോന്നി ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ആരെ ഒരു അപ്പനാരാ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ അകത്തോട്ട് കയറിപ്പോ ആരൊക്കെ ഓടുന്നവരൊക്കെ തോന്നിയില്ല എനിക്ക്. നിനക്ക് വന്നപ്പോഴേ തുടങ്ങിയതാണ്. അവിടെ ഒരു പാവ ഇരിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തന്നു. നിങ്ങൾ ചെകുത്താന്റെ പാത സ്വീകരിച്ചു. ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് എന്റെ കണ്ണിൽ തന്നെ ഇത് കണ്ടല്ല. അപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ബന്ധോത്രം കണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ എന്തോ പോലെ തോന്നുന്നു. എന്തോ എനിക്കും അതെന്ത് കാണുന്നത്. എന്റെ കണ്ണിൽ തന്നെ വന്നല്ലേ ഞാൻ പുറത്തോട്ട് പോകണം. എനിക്ക് കണ്ടിട്ട് ഞാൻ പോണേ. ഞാൻ എന്റെ കണ്ണ് മാത്രം എനിക്ക് പേടിയാണ്. ഞാൻ പോണേ. എടാ, എന്തായാലും അവന്മാര് പോയില്ലേ. നമുക്ക് ബാക്കി 2 റൂമും കൂടെ എന്തോ ഇവിടെ ഉണ്ട്. ബാക്കി റൂമൊക്കെ നോക്കിട്ട് പോയാലോ. ബാക്കി റൂം കൂടെ നോക്കണം. നോക്കാം. എന്തിണ്ടാ വെറുതെ ഇവിടെ വന്നിട്ട് എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. ആട്ടുകാരെ വെറുതെ കള്ളത്തരനെ പറഞ്ഞ് ഇവിടെയൊന്നുമില്ല. എവിടെയൊന്നുമില്ല. അപ്പൊ റൂം നോക്കണം. പോവാം. നമുക്ക് പോവാം. വെറുതെ സമയം കളഞ്ഞ് ഇതുവരെ വന്നു. നോക്കടാ, സാഞ്ചോ കിട്ടിയൊരുത്ത ഒരു പാവ. ചെകുത്താന്റെ വലയിൽ നീ വീണു കഴിഞ്ഞു. നിനക്കിനി രക്ഷയില്ല. എടാ വാടാ, നമുക്ക് പോവാടാ. ഞാൻ എന്തോ ശബ്ദമൊക്കെ കേട്ടോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ശരിയല്ല. വാ നമുക്ക് പോവാം. എടാ, നമുക്ക് എന്തായാലും പോവാം. എനിക്ക് തോന്നല്ലോ അവന്മാർ ഇവിടെ ഇരിക്കില്ല. പോവാം. മാത്രം എന്തിനാ ചുമ്മാ ഇരിക്കണം? ഇറങ്ങി വന്നേ. നീ വാ. എന്തായാലും പോവാം. എടാ, അവരെ കാണാനില്ല. എടാ, ആ മനീഷയുടെ ഫോണ് നടക്കണേ. ഇങ്ങോട്ട് പോയി നോക്കിയാലോ. റൂം കുറെ ഉണ്ടോ ഇങ്ങോട്ട്? ഒന്നാണ്
വാ നീ. എടാ